നമസ്കാരം. മെഷീൻ എംബ്രോയിഡറി സ്റ്റിച്ചസ് ട്യൂട്ടോറിയലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഐലറ്റ് സ്റ്റിച്ചാണ്. ഇതൊരു കട്ട് വർക്ക് എംബ്രോയിഡറി തന്നെയാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. റണ്ണിങ് സ്റ്റിച്ചിൽ ഡിസൈനിൻ്റെ ഔട്ട്ലൈൻ തയ്ക്കാം. ഐലറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഔട്ട്ലൈൻ 2-3 പ്രാവശ്യമെങ്കിലും റണ്ണിങ് സ്റ്റിച്ചിൽ തയ്ച്ചതിന് ശേഷമാണ് സിഗ്സാഗിൽ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി നല്ല മൂർച്ചയുള്ള ചെറിയ ഒരു കത്രികയുണ്ട്. ഈ ഡിസൈനിൻ്റെ നടുവശത്ത് ഇതുപോലെ വെട്ടിക്കൊടുക്കാം. ഇനി സിഗ്സാഗ് സ്റ്റിച്ചിലാണ് തയ്ക്കേണ്ടത്. സെറ്റിങ്സ് നോക്കാം. ലെങ്ത് 2, സെലക്ടറിൽ എ സെലക്ട് ചെയ്യാം. എയിലാണ് സിഗ്സാഗ് കിട്ടുന്നത്. സിഗ്സാഗ് പാർട്ട് സെലക്ട് ചെയ്യാം. ടെൻഷൻ 2. ഇനി തയ്ച്ചു തുടങ്ങാം.
ആദ്യം കുറച്ച് വലിയ ഐലറ്റാണ് നമ്മൾ ചെയ്തത്. ഇനി ചെറിയ ഒരു സ്പോട്ട് വരുന്ന ഐലറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഔട്ട്ലൈൻ റണ്ണിങ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് ചെയ്യാം. ഇനി കത്രികയുടെ മൂർച്ചയുള്ള അഗ്രഭാഗം കൊണ്ട് നമ്മൾ വട്ടത്തിൽ തയ്ച്ച സർക്കിളിൻ്റെ നടുവശത്ത് നല്ല ഒരു ദ്വാരം ഉണ്ടാക്കാം. ആ ദ്വാരത്തിന് ചുറ്റും സിഗ്സാഗ് സ്റ്റിച്ചിൽ തയ്ച്ച് ഉറപ്പിക്കാം.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ സംശയം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.